إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون عباد الله يقول الله تبارك وتعالى في كتابه الكريم زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ ഫിത്നയെ തൊട്ട് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ ഫിത്ന അത് അങ്ങേയറ്റം കഠിനമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഫിത്ന എന്ന് പറയുന്നത് അതങ്ങേയറ്റം കഠിനമായിട്ടുള്ളതാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതമായി കൊണ്ട് പറഞ്ഞു, അവന് താല്പര്യമുള്ളതിനോടുള്ള ഇഷ്ടം, ഷഹവാത്തുകളോടുള്ള അവന്റെ ഇഷ്ടം അത് അവന് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും ആദ്യമായി കൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് മിനൻ നിസാ, സ്ത്രീകളുടെ ഷഹവത്തിനെ സംബന്ധിച്ചാണ്. സ്ത്രീകളോടുള്ള ഷഹവത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല ആ ആയത്ത് ആരംഭിച്ചത് സ്ത്രീകളുടെ ഫിത്ന പരാമർശിച്ചുകൊണ്ടാണ്, അവരുടെ ഷഹവത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കാരണം ലിഅന്ന അൽ ഫിത്നത ബിഹിന്ന അശദ്, അവരെ കൊണ്ടുള്ള ഫിത്നയാണ് ഏറ്റവും കഠിനമായത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല പറയുന്നു, ലിഅന്നഹാ ഹബായിലു ശൈത്താൻ, കാരണം അവർ ശൈത്താനിന്റെ കയറുകളാണ്. പുരുഷന്മാരെ ഫിത്നയിലാക്കാനുള്ള ശൈത്താനിന്റെ കയറുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഫിത്നയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായിട്ടുള്ളത്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്ത്രീകളുടെ ഫിത്നയെ തൊട്ട് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക്തു ബഅദി ഫിത്ന മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല الرجال മിനൻ നിസാ. സ്ത്രീകളെക്കാളും ഉപദ്രവകരമായിട്ടുള്ള ഒരു ഫിത്നയും പുരുഷന്മാരുടെ മേൽ ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഫിത്ന അത് സ്ത്രീകളുടെ ഫിത്നയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഫിത്നയാണ് ആ ശഹവത്തുകളാണ്. കാരണം ഇമാം മുബാറക് ഫൂരി റഹിമഹുല്ലാഹു തആല പറയുന്നു, ഒരു പുരുഷന്റെ പ്രകൃതം എന്നത് സ്ത്രീകളിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടി അവൻ ഹറാമുകൾ പ്രവർത്തിക്കും, ഹറാമിൽ വീണുപോകും. സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ പരസ്പരം ശത്രുക്കളാകും, വിദ്വേഷത്തിലാകും, പരസ്പരം പോരടിക്കും. ഏറ്റവും കുറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി അവർ
പുരുഷന്മാർ ദുനിയാവിനോട് താല്പര്യമുള്ളവരായി തീരും. അതിനേക്കാളും വലിയ ഫസാദ് മറ്റെന്താണുള്ളത്? ഈ ഉമ്മത്തിന് സ്ത്രീകളുടെ ഫിത്ന ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ബനി ഇസ്രായേലുകാർക്ക് ബാധിച്ചതുപോലെ, സംഭവിച്ചതുപോലെ. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് നൽകി. തീർച്ചയായും ദുനിയാവ് എന്നത് ഹുൽവത്തുൻ ഖദിറ, അത് മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. മധുരമുള്ളതാണ് രുചി, കാഴ്ചക്ക് അത് പച്ചപ്പുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു വസ്തുവിൽ ഒന്നിച്ചു ചേർന്നാൽ തീർച്ചയായും അത് മനുഷ്യന്റെ മനസ്സിന് ആകർഷണീയത തോന്നും. ഏറ്റവും ആദ്യം കണ്ണുകൾ അതിനെ പിന്തുടരും, അതിന്റെ പച്ചപ്പ് കൊണ്ട്. പിന്നീട് മനസ്സുകൾ അതിലേക്ക് വീണുപോകും. അതിനോടൊപ്പം അതിന്റെ രുചി മധുരവുമുള്ളതാണ്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് ദുനിയാവ്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ. തീർച്ചയായും ദുനിയാവെന്നത് മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. തീർച്ചയായും അല്ലാഹു തആല നിങ്ങളെ തലമുറകളാക്കിയിരിക്കുന്നു. ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ, അതിനുശേഷം അടുത്ത തലമുറ, അങ്ങനെ തലമുറകളാക്കിയിരിക്കുന്നതിനു വേണ്ടിയാണ്. ഫയൻദുറു കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിക്കാണുവാൻ വേണ്ടി. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതല്ല അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കിക്കാണാൻ വേണ്ടിയാണ് നമ്മെ തലമുറകളാക്കിയിരിക്കുന്ന അല്ലാഹു തആല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി, ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിൻ നിസാ. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം ദുനിയാവ് കൊണ്ട് ഫിത്നയിലാകുക എന്നത് അത് വളരെ വലിയ ഫിത്നയാണ്. ദുനിയാവ് കൊണ്ട് ഫിത്നയിലാകുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അതേപോലെ തന്നെ സ്ത്രീകളെ കൊണ്ട് ഫിത്നയിലാകുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇമാം നബവി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഏറ്റവും ആദ്യം അതിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഭാര്യമാരാണ്. ഭാര്യമാരും പിന്നീട് അതല്ലാത്ത സ്ത്രീകളും. കാരണം ഭാര്യമാരെ കൊണ്ടുള്ള ഫിത്നയാണ് ഒരു പുരുഷന് ഏറ്റവും കഠിനമായിട്ടുള്ളത്. അവരുടെ ഫിത്ന അത് നിലനിൽക്കുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഫിത്നയിലായിട്ടുള്ളത് അവരുടെ ഭാര്യമാരെ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാരം താക്കീത് നൽകി, ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിൻ നിസാ. ബനു ഇസ്രായേൽക്കാരുടെ ഏറ്റവും ആദ്യത്തെ ഫിത്ന അവർക്ക് സംഭവിച്ചത് സ്ത്രീകളിലൂടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുവുണ്ട്. ഫഹ്ദറൂഹും. അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഫിത്ന എന്ന് പറയുന്നത് അത് ഗുരുതരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ഫിത്നയാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ആ ഫിത്നയെ തൊട്ട് സംരക്ഷിക്കുന്നതിനു വേണ്ടി, ആ ഫിത്നയെ ലഘൂകരിക്കുന്നതിനു വേണ്ടി, അതിന്റെ ശർറിനെ കുറക്കുന്നതിനു വേണ്ടി ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അവളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്, അവളുടെ ഫിത്നയിൽ നിന്ന് പുരുഷന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു, അമറഹുന്ന ബിൽ ഖറാറി ഫിൽ ബുയൂത്ത്. അവരുടെ വീടുകളിൽ അവൾ ഒതുങ്ങിക്കഴിയണം, അടങ്ങിക്കഴിയണം. നിർബന്ധമായ സാഹചര്യത്തിലല്ലാതെ അവൾ വീട് വിട്ട് പുറത്തിറങ്ങരുത്. ശർഈയായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അവൾ വീട് വിട്ട് പുറത്തിറങ്ങരുത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം അവൾ സൗന്ദര്യ പ്രകടനം നടത്തരുത്. അലങ്കാരങ്ങൾ വെളിവാക്കിക്കൊണ്ട് അവൾ പുറത്തിറങ്ങരുത്. قال الله عز وجل وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക. ഒന്നാം ജാഹിലിയത്തിലെ സ്ത്രീകൾ ചെയ്തിരുന്നത് പോലെ നിങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തരുത്. ഇസ്ലാമിന്റെ നിയമമാണത്. ദറൂറത്തിന്റെ നിർബന്ധമായ സാഹചര്യത്തിലല്ലാതെ, ശർഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു മുഅ്മിനത്തായ സ്ത്രീ അവളുടെ വീട് വിട്ട് പുറത്തിറങ്ങിക്കൂടാ.
ഇനി അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന സമയം അവൾ അലങ്കാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങരുത്. അതേപോലെ സൗന്ദര്യ പ്രകടനം നടത്തരുത്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. എല്ലാ നിലക്കും ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളോട് അവൾ എതിരാകണം. അവളുടെ വസ്ത്രത്തിൽ, അവളുടെ നടത്തത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ അവൾ മിതത്വം പാലിക്കണം. അതേപോലെ ശറഈയായ ആവശ്യങ്ങൾക്കല്ലാതെ അവൾ പുറത്തിറങ്ങാൻ പാടില്ല. ശറഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾക്ക് പുറത്തിറങ്ങാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത്. വലാകിൻ യഖ്റുജ്ന വഹുന്ന തഫിലാത്ത്. എന്നാൽ ആ സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടത് തഫിലാത്തായിക്കൊണ്ടാണ്. അതായത് താരിഖാത്തുൻ ലിത്തീബ്, സുഗന്ധം ഉപേക്ഷിച്ചവളായിക്കൊണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. രണ്ടാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു, അമറഹുന്ന ബിൽ ഹിജാബ് വസത്രി ജമീഅ ഔറാതിഹിന്ന ഔ അജ്സാദിഹിൻ. ഹിജാബ് ധരിക്കണം, പൂർണ്ണമായി ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം അവൾ പുറത്തിറങ്ങേണ്ടത്. ശരീരം മുഴുവനും മറക്കണം, മുഖവും മുൻകൈയും അടക്കം ശരീരം മുഴുവനായിക്കൊണ്ട് മറക്കണം. ഖാല അല്ലാഹു അസ്സ വജൽ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. നബിയെ, നിന്റെ ഭാര്യമാരോടും നിന്റെ പെൺസന്താനങ്ങളോടും വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും നീ പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരത്തിലൂടെ അവർ താഴ്ത്തിയിടണം. എന്തിനു വേണ്ടിയാണ്? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ, അവർ തിരിച്ചറിയപ്പെടാനും അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഏറ്റവും കുറഞ്ഞത് അതാണ്. സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണത്. സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പന കൽപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മർഅത ഔറ ഔ അൽ മർഅതു ഔറ ഫൈദാ ഖറജത് തസയ്യന ഔ സയ്യന അശ്ശൈത്താനു ഫീ നദറി റിജാൽ. സ്ത്രീ മുഴുവനും ഔറത്താണ്. അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കണ്ണുകൾക്ക് അലങ്കാരമായി തോന്നിപ്പിക്കും ശൈത്താൻ. അവളെ അലങ്കാരമായി കൊണ്ട് തോന്നിപ്പിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കി അല്ലാഹു തആലയുടെ ദീനിൽ അത് ഹറാമാണ്. അന്യ പുരുഷന്മാരുമായി കൊണ്ടൊരു സ്ത്രീ ഒറ്റക്കാകുക എന്നത്, അതേപോലെ തന്നെ മഹറമായ പുരുഷന്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യുക എന്നതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിരോധിച്ചതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റം. മഹറമായ ഒരു പുരുഷന്റെ കൂടെയല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി കൊണ്ട് തനിച്ചായിക്കൂടാ. ഒരു പുരുഷനും അന്യ സ്ത്രീയുമായി കൊണ്ട് തനിച്ചായിക്കൂടാ. വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റം. മഹ്റമായ ഒരു പുരുഷന്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്തുകൂടാ. ഒരു യാത്രാ ദൂരം ഒരു സ്ത്രീയും മഹ്റമില്ലാതെ യാത്ര ചെയ്തുകൂടാ. അത് ഹജ്ജിനായാലും ശരി, ഉംറക്കായാലും ശരി. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅതി ഖറജത് ഹാജതൻ ഫഇന്നി ഇക്തുദിബ്തു ഫീ ഗസ്വതി കദാ വകദാ. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാനാകട്ടെ ഒരു യുദ്ധത്തിന് പങ്കെടുക്കാമെന്ന് കരാറാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറാതിക്. നീ പുറപ്പെട്ടുകൊണ്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്യുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, ലാ യഖ്ലുവന്ന ബിംറഅത്തിൻ
ഇല്ലാ മഅഹാ ദീ മഹ്റം ഇല്ലാ മഅഹാ വലൈസ മഅഹാ ദൂ മഹ്റം. മഹ്റമായ ഒരു പുരുഷനില്ലാതെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയുമായി കൊണ്ട് ഒറ്റക്കാകാൻ പാടില്ല. ഫഇന്ന സാലിസഹുമ ശൈത്താൻ, തീർച്ചയായും മൂന്നാമനായിക്കൊണ്ട് അവർ രണ്ടുപേരുടെ കൂടെ മൂന്നാമനായിക്കൊണ്ട് ശൈത്താൻ ഉണ്ടായിരിക്കും. ശൈത്താൻ അവരെ തെറ്റിലേക്ക് വീഴ്ത്തും, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് ഇസ്ലാം ഒരു സ്ത്രീയുമായിക്കൊണ്ട് അന്യപുരുഷനുമായിക്കൊണ്ട് ഒരു സ്ത്രീ ഒറ്റക്കാകുന്നതിന്, ഒരു പുരുഷൻ അന്യ സ്ത്രീയുമായിക്കൊണ്ട് തനിച്ചാകുന്നതിന് വിരോധിച്ചു. മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ഇസ്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് അൽ-ഇഖ്തിലാത്ത്, പുരുഷനും സ്ത്രീയും ഇടകലരുക എന്നത് ഇസ്ലാം വിരോധിച്ചു. അൻ അബീ ഉസൈദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ سمعت النبي صلى الله عليه وسلم يقول وهو خارج من المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന് പുറത്തായിരിക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. اختلط الرجال بالنساء واختلط الرجال مع النساء في الطريق. പള്ളിയിലേക്കുള്ള വഴിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖിർന فإن لهن فإن ليس لكن أن تحققن الطريق عليكن بحافات الطريق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, സ്ത്രീകളോട് നിങ്ങൾ പുറകോട്ട് മാറുക, വഴിയുടെ മധ്യത്തിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പാടില്ല, നിങ്ങൾ വഴിയുടെ വശങ്ങളിലൂടെ നടക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അബീ ഉസൈദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നതിന് ശേഷം സഹാബി വനിതകൾ അവർ വഴിയുടെ വശത്തുകൂടെ ഏറ്റവും ചുമരിനോട് ഏറ്റവും അടുത്ത് ഏതുവരേക്കുമെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രങ്ങൾ ചുമലിൽ ഉരയുന്ന നിലക്ക് മതിലിനോട് ചേർന്നവർ നടക്കുമായിരുന്നു. എത്ര കണ്ട് ഒരു സ്ത്രീ പുരുഷനുമായി കൊണ്ട് അകലുന്നുവോ അത്രയും അവൾക്ക് ഖൈറാണ്, അത്രയും അവൾക്ക് ഖൈറാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഖൈറ സുഫൂഫിർ റിജാൽ ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. ഒരു പുരുഷന്റെ ഏറ്റവും ഖൈറായ സഫ് നമസ്കാരത്തിൽ അത് ഏറ്റവും ആദ്യത്തെ സഫാണ്, ഏറ്റവും ഷർറായ സഫ് അത് അവസാനത്തെ സഫാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനുമായി കൊണ്ട് പുരുഷന്റെ പുറകിൽ നമസ്കരിക്കുന്ന സ്ത്രീയാണെങ്കിൽ അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള സഫ് ഏറ്റവും പുറകിലെ സഫാണ്. ഏറ്റവും ഷർറായ സഫ് ഏറ്റവും ആദ്യത്തെ സ്ത്രീകളുടെ സഫാണ്. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുകയാണ്, പുരുഷന്മാരുമായി കൊണ്ട് ഇടകലരുന്നതിനെ തൊട്ടും അവരെ കാണുന്നതിനെ തൊട്ടും ഏറ്റവും അകലെയായിരിക്കും ഏറ്റവും പുറകിലെ സഫിലുള്ള സ്ത്രീ. അതുകൊണ്ട് അവൾക്ക് സുരക്ഷ വർദ്ധിക്കും, സുരക്ഷിതത്വം അവൾക്കാണ് കൂടുതൽ. പുരുഷന്മാരുടെ ചലനങ്ങളും അവരുടെ സംസാരങ്ങളും കേട്ടുകൊണ്ട് അവരുടെ കൽബ് അവരിലേക്ക് ബന്ധപ്പെടും. അതിനെ തൊട്ടും ഏറ്റവും സുരക്ഷിതയായിട്ടുള്ളത് ഏറ്റവും അവസാന സഫിലെ സ്ത്രീയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുമായി കൂടിക്കലരുന്നത്, പുരുഷന്മാരുമായി കൊണ്ട് അവരുടെ സംസാരങ്ങളും അവരുടെ ചലനങ്ങളും തുടങ്ങിയിട്ടുള്ള ശഹവത്തുകളിൽ നിന്നെല്ലാം സുരക്ഷിതയായിട്ടുള്ളത് ഏറ്റവും അവസാന സഫിലെ സ്ത്രീയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായ സഫ് അവളുടെ അവസാനത്തെ സഫാണ്, ഏറ്റവും ഷർറായ സഫ് ആദ്യത്തെ സഫുമാണ്. വഫഖന അല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ونصلي ونسلم على سيد الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أيها المسلمون عباد الله, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇത്തരം കാര്യങ്ങൾ നിയമമാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ സുരക്ഷിതത്വത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ്, അവളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ
സ്ത്രീകളിൽ അധികം ആളുകളും ഈ കാലത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കുന്നവരല്ല. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാത്തവരാണ്, അതിനെ അവഗണിക്കുന്നവരാണ്. അവർ വസ്ത്രം ധരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നഗ്നരായിട്ടുള്ള സ്ത്രീകളാണ്. അവർ ചാഞ്ഞുകൊണ്ടും ചെരിഞ്ഞുകൊണ്ടും നടക്കുന്നവരാണ് പുരുഷനെ വശീകരിക്കുന്നതിനു വേണ്ടി. അവരുടെ കൈകളും മുഖങ്ങളും അതേപോലെ തന്നെ കാലുകളും കാൽമുട്ടുകൾ വരെ വെളിപ്പെടുത്തുന്നവരാണ്. അത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന الناس ونساء كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجدن ريحها فإن ريحها ليوجد مسيرة كذا وكذا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിൻഫാൻ മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിലാണ്, നരകത്തിന്റെ ആളുകളാണ്. സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, ആ രണ്ട് വിഭാഗം ആളുകളെയും ഞാൻ കണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല. ഒന്നാമത്തെ വിഭാഗം ഖൗമുൻ മഅഹും സിയാത്ത് കഅദ്നാബിൽ ബഖർ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ ചാട്ടവാറുണ്ട്, കാളയുടെ വാലിന്റെ പോലെയുള്ള ചാട്ടവാറുകൾ അവരുടെ കയ്യിലുണ്ട്. യദ്രിബൂന الناس, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കുകയാണ്. ആ വിഭാഗം ആളുകൾ നരകത്തിലാണ്. രണ്ടാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ, അവർ സ്ത്രീകളാണ് രണ്ടാമത്തെ വിഭാഗം. കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച എന്നാൽ നഗ്നരായ സ്ത്രീകൾ. മായിലാത്തുൻ മുമീലാത്ത്, ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടും നടക്കുന്നവർ, അതായത് വ്യഭിചാരിണികളായ സ്ത്രീകളാണ്, വ്യഭിചാരത്തിലേക്ക് മറ്റുള്ളവരെ വശീകരിക്കുന്നവളാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തലകളാകട്ടെ തലമുടികളാകട്ടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള തലമുടികളുള്ള സ്ത്രീകളാണവർ. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർ അനുഭവിക്കുന്നതല്ല. ഫഇന്ന റീഹഹാ ലയൂജദു മസീറത കദാ വകദാ, തീർച്ചയായും സ്വർഗത്തിന്റെ സുഗന്ധം അത് എത്രയോ ദൂരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ആസ്വദിക്കാൻ പറ്റും. എന്നാൽ ഈ സ്ത്രീകളാകട്ടെ അവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക? അത്തരം സ്ത്രീകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ട്, കാസിയാത്തുൻ ഫിൽ ഇസ്ം ആരിയാത്തുൻ ഫിൽ ഹഖീഖ, പേരിന് മാത്രം വസ്ത്രം ധരിച്ച യഥാർത്ഥത്തിൽ നഗ്നകളായിട്ടുള്ള സ്ത്രീകൾ, അതായത് അവരുടെ വസ്ത്രം നേരിയ വസ്ത്രമാണ്, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തുള്ളത് കാണാം. അതെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വസ്ത്രം മാത്രം, കുറഞ്ഞ അളവിൽ മാത്രം വസ്ത്രം ധരിച്ച് നഗ്നരായിട്ടുള്ള സ്ത്രീകളാണവർ. അവരുടെ ചലനം എങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്? മുമീലാത്തുൻ മായിലാത്ത്, വ്യഭിചാരികളായ സ്ത്രീകൾ നടക്കുന്നത് പോലെ മറ്റുള്ളവരെ, മറ്റു പുരുഷന്മാരെ വശീകരിക്കാൻ അതുപോലെ ചാഞ്ഞുകൊണ്ട് ചെരിഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ്. അവരുടെ തലമുടികൾ തുറന്നിട്ടുകൊണ്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുകളിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നവരാണവർ. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന് സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇന്ന് ചില സ്ത്രീകളാകട്ടെ നമുക്ക് വസ്ഫ് ചെയ്യാൻ പറ്റാത്ത വിധം, വിശേഷിപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധം വളരെ മോശമായി കൊണ്ട് വസ്ത്രം ധരിക്കുന്നവരാണ്. അത്തരം സ്ത്രീകൾ ഇന്ന് വിൽപ്പന ചരക്കാണ്. കമ്പനികളും അതുപോലെ ബിസിനസിന്റെ ആളുകളും അവരുടെ സമ്പാദ്യത്തിനും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് തന്ത്രങ്ങൾക്കും വേണ്ടി, അവരുടെ ചരക്കുകൾ വിറ്റഴിക്കുന്നതിനു വേണ്ടി അത്തരം സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. തുച്ഛമായ ദുനിയാവിന്റെ ചില സമ്പാദ്യത്തിനു വേണ്ടി മാത്രം ആ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ, അവരുടെ വീടുകളിൽ അല്ലാഹു തആല അവർക്ക് നൽകിയ ആദരവും പവിത്രതയും എല്ലാം കളഞ്ഞുകൊണ്ട്, അതപ്പതിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു.
എന്തിന്റെ പേരിലാണ്? സ്വാതന്ത്ര്യം എന്ന പേരിൽ, അല്ലെങ്കിൽ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ പവിത്രതയും അവർക്ക് നൽകിയിട്ടുള്ള സുരക്ഷിതത്വവും കളഞ്ഞുകൊണ്ടാണ് അവർ വെളിയിലേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത്തരം സ്ത്രീകളെ തൊട്ടും അത്തരം ആളുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാര്യമാരെയും കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ. നസ്അലുല്ലാഹിൽ അലിയൽ അദീം بمنه وكرمه وفضله وإحسانه أن يوفقنا وإياكم لكل خير وأن يجنبنا وإياكم كل شر وضير. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والكفار أجمعين يا رب العالمين والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه ونستغفره